Welcome to the video. ഈ വീഡിയോയിൽ സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഇപ്പോൾ സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് എങ്ങനെ നമുക്ക് കൺവേർഷൻ നടത്താം? കോമ്പൗണ്ട് സെന്റൻസിനെ എങ്ങനെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസിലേക്ക് മാറ്റാം? ഒരു കോംപ്ലക്സ് സെന്റൻസിനെ എങ്ങനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കാം? ഇങ്ങനെ കൺവേർഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ചേഞ്ച് ടു കോംപ്ലക്സ്. അപ്പൊ ഈ സെന്റൻസുകളെ കോംപ്ലക്സ് സെന്റൻസ് ആക്കണം. അപ്പൊ കോംപ്ലക്സ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ്? മെയിൻ ക്ലോസും ഉണ്ടാവണം, സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവണം. അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവണം, ഡിപെൻഡന്റ് ക്ലോസും ചേർന്നതാണ് കോംപ്ലക്സ് സെന്റൻസ്. ഐ വാച്ച്ഡ് എ ഫാന്റാസ്റ്റിക് മൂവി എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു ഐഡിയ മാത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഐ എന്നുള്ള സബ്ജക്റ്റ്, വാച്ച്ഡ് എന്നുള്ളത് വെർബ്. ഇവിടെ ഫാന്റാസ്റ്റിക് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. കാരണം മൂവിയെ അത് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനത്തെ മൂവിയാണത്? ഫാന്റാസ്റ്റിക് മൂവി. അപ്പൊ ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് ആക്കണമെങ്കിൽ ഈ ഫാന്റാസ്റ്റിക് എന്നുള്ള അഡ്ജക്റ്റീവിനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഫാന്റാസ്റ്റിക് മൂവി എന്നുള്ള ആ ഫ്രേസിനെ ഒരു ക്ലോസ് ആക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഐ വാച്ച്ഡ് എ മൂവി എന്ന് മാത്രമാണെങ്കിൽ ഈ സെന്റൻസ് ഇത് നമുക്ക് കോംപ്ലക്സിലേക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ ഐ വാച്ച്ഡ് എ ഫാന്റാസ്റ്റിക് മൂവി അഡ്ജക്റ്റീവും കൂടി ഉൾപ്പെടുന്ന ആ ഒരു സെന്റൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ആ അഡ്ജക്റ്റീവിനെ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റുകയാണ്. ഐ വാച്ച്ഡ് എ മൂവി വിച്ച് വാസ് ഫാന്റാസ്റ്റിക്. ഇതാണ് അതിന്റെ കോംപ്ലക്സ്. ഏതാ മെയിൻ ക്ലോസ്? ഐ വാച്ച്ഡ് എ മൂവി. ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ്? വിച്ച് വാസ് ഫാന്റാസ്റ്റിക്. അതേപോലെ തന്നെ ഐ സോ എ ബ്യൂട്ടിഫുൾ പീകോക്ക് എന്നാണെങ്കിൽ ഈ സെന്റൻസ് ഐ സോ എ ബ്യൂട്ടിഫുൾ പീകോക്ക്. അവിടെയുണ്ട് ഒരു അഡ്ജക്റ്റീവ് ബ്യൂട്ടിഫുൾ, പീകോക്കിനെ വിശേഷിപ്പിച്ചുകൊണ്ട്. ആ ഒരു സെന്റൻസിനെ എങ്ങനെ നമുക്ക് കോംപ്ലക്സ് ആക്കാൻ പറ്റും? ഐ സോ എ പീകോക്ക്, ഐ സോ എ പീകോക്ക് വിച്ച് വാസ് ബ്യൂട്ടിഫുൾ. അതാണ് അതിന്റെ കോംപ്ലക്സ്. ഐ സോ എ പീകോക്ക് വിച്ച് വാസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ കുറച്ച് ഈ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റാൻ പറ്റും. വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ യു വിൽ ബിക്കം ഹെൽത്തി. ഇത് രണ്ട് സിമ്പിൾ സെന്റൻസുകളാണ്. ഒന്നൊരു ഇംപെരാറ്റീവ് സെന്റൻസ് ആണെന്ന് മാത്രം. വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ എന്ന് പറയുന്നത് ഒരു ഉപദേശമാണ്. ദിവസവും 1 കിലോമീറ്റർ നടക്കുക. അതിലത്തെ ഇംപെരാറ്റീവ് സെന്റൻസിലത്തെ സബ്ജക്റ്റ് എപ്പോഴും എന്താണ്? യു. വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ യു വിൽ ബിക്കം ഹെൽത്തി എന്ന് പറയുന്ന ഈ രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കുകയാണെങ്കിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വേണം. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റണം ഏതെങ്കിലും ഒരു പാർട്ടിനെ. അതെങ്ങനെയാ വരിക നോക്കുക. ഇഫ് യു വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ, നീ 1 കിലോമീറ്റർ നീ എല്ലാ ദിവസവും നടന്നാൽ നീ ആരായി മാറും? യു വിൽ ബിക്കം ഹെൽത്തി. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ടീഷണൽ സെന്റൻസുകൾ എല്ലാം തന്നെ കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം അതിലൊരു ഇഫ് ക്ലോസും ഉണ്ട്, ഒരു മെയിൻ ക്ലോസും ഉണ്ട്. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് യു വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ എന്നുള്ളതാണ് ഈ സെന്റൻസിലത്തെ ഇഫ് ക്ലോസ്. മെയിൻ ക്ലോസ് ഏതാണ്? യു വിൽ ബിക്കം ഹെൽത്തി. ഇഫ് യു വാക്ക് 1 കിലോമീറ്റർ എവറി ഡേ യു വിൽ ബിക്കം ഹെൽത്തി എന്നുള്ളതാണ് അതിന്റെ കോംപ്ലക്സ് സെന്റൻസ്. ദ റെയിൻ സ്റ്റോപ്ഡ്, ദേ സ്റ്റാർട്ടഡ് ടു പ്ലേ. മഴ നിന്നു, അവർ കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് രണ്ട് സിമ്പിൾ സെന്റൻസുകളാണ്. അപ്പൊ ഈ ഒരു രണ്ട് സിമ്പിൾ സെന്റൻസിനെയും കൂടി ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കണമെങ്കിൽ ഇതിലത്തെ ഒരു പാർട്ടിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റണം. ദേ സ്റ്റാർട്ടഡ് ടു പ്ലേ വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ നിന്നപ്പോൾ അവർ കളിക്കാൻ തുടങ്ങി എന്നായി മാറി ഈ സെന്റൻസ്. അപ്പൊ ദ റെയിൻ സ്റ്റോപ്ഡ് എന്നുള്ള ആ പാർട്ടിനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത്? സബോർഡിനേറ്റ് ക്ലോസ്. വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്, മഴ നിന്നപ്പോൾ, അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതൊരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്, അത് തുടങ്ങിയിരിക്കുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗണിലാണ്. വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്. അപ്പൊ ഇനി ബാക്കി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മെയിൻ ക്ലോസ് ഏതാണ്? ദേ സ്റ്റാർട്ടഡ് ടു പ്ലേ. മഴ നിന്നപ്പോൾ അവർ കളിക്കാൻ തുടങ്ങി. ചേഞ്ച് ഇൻ ടു കോമ്പൗണ്ട്. അപ്പൊ ഇത് കോമ്പൗണ്ട് സെന്റൻസിലേക്ക് മാറ്റണം. ഓൺ സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് വെന്റ് ടു ക്ലാസ്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓൺ സീയിങ് ദ ടീച്ചർ അല്ലെങ്കിൽ സീയിങ് ദ ടീച്ചർ എന്നായാലും മതി. അതൊരു ഫ്രേസ് ആണ്. ദ സ്റ്റുഡൻസ് വെന്റ് ടു ക്ലാസ് എന്നുള്ളതാണ് ദ സ്റ്റുഡൻസ് എന്നുള്ളത് സബ്ജക്റ്റ്, വെന്റ് എന്നുള്ളത് വെർബ്. ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരുന്നു. ടീച്ചറെ കണ്ടതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാം ക്ലാസ്സിലേക്ക് പോയി
എന്ന് പറയുന്ന ഈ സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കുകയാണെങ്കിൽ രണ്ട് മെയിൻ ക്ലോസിനെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചേർത്തെഴുതണം. The students saw the teacher and they went to class. അപ്പോൾ ഇവിടെ the students saw the teacher എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ്, they went to class എന്ന് പറയുന്നത് another മെയിൻ ക്ലോസ്. ഇവിടെ ചേർത്തിരിക്കുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതാണ്? and. വിദ്യാർത്ഥികൾ ടീച്ചറെ കണ്ടു, ക്ലാസ്സിലേക്ക് പോയി എന്ന് പറയുന്ന ഇത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ചേഞ്ച് ടു സിമ്പിൾ. അപ്പൊ ഈ രണ്ട് സെന്റൻസിനെയും സിമ്പിൾ സെന്റൻസ് ആക്കണം. ഐ സോ എ മാൻ ഹു വാസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഹു വാസ് ബ്ലൈൻഡ് എന്നുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഐ സോ എ മാൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ്. രണ്ടും കൂടി ചേർന്നപ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി മാറി. അപ്പൊ ഇതിനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കണം. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെർബ്, ഒരു ഐഡിയ. അപ്പൊ ഇതെങ്ങനെയാ മാറ്റുന്നത് നോക്കാം. ഐ സോ എ ബ്ലൈൻഡ് മാൻ. ഇവിടെ ഹു വാസ് ബ്ലൈൻഡ് എന്നുള്ള ആ പാർട്ടിനെയാണ് ഒരു ഫ്രേസ് ആക്കിക്കൊണ്ട് ഇതിനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ സോ എ മാൻ ഹു വാസ് ഹാൻസം എന്നാണെങ്കിലോ ഐ സോ എ ഹാൻസം മാൻ. ഐ സോ എ ഗേൾ ഹു വാസ് ബ്യൂട്ടിഫുൾ. ഐ സോ എ ബ്യൂട്ടിഫുൾ ഗേൾ. അങ്ങനെ അഡ്ജക്റ്റീവിനെ ഒരു ക്ലോസ് ആക്കിക്കൊണ്ടും ഒരു ഫ്രേസ് ആക്കിക്കൊണ്ടും നമുക്ക് മാറ്റാം. സിമ്പിളിനെ കോംപ്ലക്സിലേക്കും കോംപ്ലക്സിനെ സിമ്പിളിലേക്കും. ദ ടീ ഈസ് ഹോട്ട്. ഐ ക്യാൻറ്റ് ഡ്രിങ്ക് ഇറ്റ്. ഇത് രണ്ട് സിമ്പിൾ സെന്റൻസുകളാണ്. ദ ടീ ഈസ് ഹോട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ്, ഐ ക്യാൻറ്റ് ഡ്രിങ്ക് ഇറ്റ് എന്ന് പറയുന്നത് അനദർ വൺ. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു സിമ്പിൾ സെന്റൻസ് ആക്കണം. അപ്പൊ സിമ്പിൾ സെന്റൻസിൽ ഒരേ ഒരു മെയിൻ ക്ലോസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെയാ മാറ്റുക? The tea is too hot to drink. To എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ നെയ്തർ, നോർ, എയ്തർ, ഓർ എന്നൊക്കെ പറയുന്ന കൺജങ്ഷൻസ് ഉണ്ട്. അതുപോലെ to എന്ന് പറയുന്ന ആ ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി എഴുതിയിരിക്കുന്നത്. The tea is hot, I can't drink it. The tea is too hot to drink. The bag is heavy, I can't carry it. The bag is too heavy to carry. The table is heavy, I can't move it. The table is too heavy to move. അങ്ങനെ ഈ കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സിമ്പിൾ സെന്റൻസിനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി എഴുതിയിരിക്കുന്നു. ഐ ലൈക്ക് കോഫി. ഇതൊരു സിമ്പിൾ സെന്റൻസ്. സബ്ജക്റ്റ് എന്താണ്? ഐ. ഏതാണ് വെർബ്? ലൈക്ക്. ഒബ്ജക്റ്റ് ആണ് കോഫി. ഐ ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ്. ഇനി നമുക്കൊരു കോമ്പൗണ്ട് സെന്റൻസ് എഴുതാം. ഐ ലൈക്ക് കോഫി ആൻഡ് മൈ ഫാദർ ലൈക്സ് ടീ. എനിക്ക് കോഫിയാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ അച്ഛന് ടീ ആണ് ഇഷ്ടം. ഇവിടെ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് എഴുതിയിരിക്കുന്നു. ഇനി നമുക്കൊരു കോംപ്ലക്സ് സെന്റൻസും വേണം. ഐ ലൈക്ക് കോഫി ദാറ്റ് മൈ ഫാദർ മെയ്ഡ്. ഇവിടെ ദാറ്റ് മൈ ഫാദർ മെയ്ഡ് എന്നുള്ള പാർട്ട് ഒരു സബോർഡിനേറ്റ് ക്ലോസും ഐ ലൈക്ക് കോഫി എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസും ആണ്. രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയി. ഇവിടെ ദാറ്റ് മൈ ഫാദർ മെയ്ഡ് എന്ന് പറയുന്ന പാർട്ട് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അത് റിലേറ്റീവ് ക്ലോസ് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം. കാരണം റിലേറ്റീവ് ക്ലോസ് തുടങ്ങുന്നത് ഒന്ന് റിലേറ്റീവ് പ്രോനോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഐ ലൈക്ക് കോഫി ദാറ്റ് മൈ ഫാദർ മെയ്ഡ്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ്. ഇങ്ങനെ കുറച്ച് സെന്റൻസുകൾ ഐ ലൈക്ക് കോഫി എന്ന് മാറ്റിയിട്ട് ഐ ലൈക്ക് ഐസ്ക്രീം, മൈ മദർ ലൈക്സ് കേക്ക് അങ്ങനെ എഴുതാം. അതിനനുസരിച്ച് ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു കോംപ്ലക്സ് സെന്റൻസും എഴുതാം. ഐ ലൈക്ക് ഐസ്ക്രീം ദാറ്റ് മൈ മദർ മെയ്ഡ്. മദർ എന്നാണ് എടുക്കുന്നതെങ്കിൽ. ഇനിയല്ല ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെയാവാം. ഐ ലൈക്ക് കോഫി, മൈ ഫ്രണ്ട് ലൈക്സ് ടീ. ദ ക്യാറ്റ് ആൻഡ് ദ ഡോഗ് എയ്റ്റ് ദ ഫുഡ്. ഇത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. പക്ഷെ ഇതിലത്തെ സബ്ജക്റ്റ് കുറച്ച് ലോങ് ആണെന്ന് മാത്രം.
ദ ക്യാറ്റ് ആൻഡ് ദ ഡോഗ് എന്നുണ്ട്. ക്യാറ്റും ഡോഗും അതാണ് ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ്. എന്താണ് വെർബ്? ate. അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ ആ ക്യാറ്റും ഡോഗും ഫുഡ് കഴിച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരേ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെയാ എഴുതുക? The cat and the dog ate the food and they went out. ഇവിടെ they went out എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. അതിന് തനിയെ ഒരു സെന്റൻസ് ആയി നിൽക്കാൻ പറ്റും. അതൊരു the cat and the dog ate the food എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. അതിനും ഒരു സെന്റൻസ് ആവാം. പക്ഷെ ആൻഡ് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ചേർത്തെഴുതിക്കൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി. ഇനി ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കണം. The cat and the dog ate the food that was in the plate. ഇവിടെ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇതിലൊരു മെയിൻ ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഏതാണ് മെയിൻ ക്ലോസ്? The cat and the dog ate the food. ക്യാറ്റും ആ ഡോഗും ഫുഡ് കഴിച്ചു. ഏത് ഫുഡാണ് കഴിച്ചത്? That was in the plate. അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. ആ ദാറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഫുഡിന്. അപ്പൊ ഇതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇനി അടുത്ത വീഡിയോ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ചാണ്. അതും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് സെന്റൻസുകൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സിലേക്ക് മാറ്റാൻ പറ്റും. The cat and the dog ate the food that was in the plate. അപ്പൊ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി. ഇങ്ങനെ കുറച്ച് സെന്റൻസുകൾ, സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസിലും കോമ്പൗണ്ടിലും കോംപ്ലക്സിലും എഴുതി മനസ്സിലാക്കണം. കാരണം if you want to improve your written English, you have to write a lot.